നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്കുള്ള പോസ്റ്റ് മാർക്കറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. അങ്ങനെ തുടർച്ചയായി ഇന്ന് രണ്ടാം ദിനവും RBI മോണിറ്ററി പോളിസിയുടെ മുന്നോടിയായി ഇന്ന് നമ്മുടെ മാർക്കറ്റ് പോസിറ്റീവായിട്ട് ക്ലോസിംഗ് രേഖപ്പെടുത്തി. പ്രധാനമായും പോസിറ്റീവായിട്ടുള്ള ഗ്ലോബൽ ക്യൂസ്, RBI മോണിറ്ററി പോളിസിയുടെ എക്സ്പെക്ടേഷൻ ഒക്കെയാണ് നമ്മുടെ മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് ഇന്നും നിലനിർത്തിയത്. ഇന്ന് നിഫ്റ്റി ഇന്നലത്തെ ക്ലോസിംഗിൽ സപ്പോർട്ട് എടുത്തു. നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ നിഫ്റ്റി ഇന്ന് 24,900 എന്ന റേഞ്ചിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്തു. സെൻസെക്സും നിഫ്റ്റിയും ഇന്ന് 0.5% നേട്ടമാണ് കൈവരിച്ചത് ക്ലോസിംഗ് ബേസിസിൽ. എന്നിരുന്നാൽ പോലും നിഫ്റ്റി ബാങ്ക് ഇന്ന് 56,000 എന്ന ലെവൽ ക്രോസ് ചെയ്തെങ്കിൽ കൂടി അത് സസ്റ്റെയിൻ ചെയ്യാൻ നിഫ്റ്റി ബാങ്കിന് സാധിച്ചില്ല. ഇപ്പോൾ നിഫ്റ്റി ബാങ്ക് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതിന് മുന്നോട്ട് പോകാൻ തടസ്സമാകുന്ന ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ സെബിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന പുതിയ നിർദ്ദേശങ്ങളാണ്. അതായത് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലേക്ക് പുതിയ കുറച്ച് സ്റ്റോക്കുകളും കൂടി ആഡ് ചെയ്യണം. റീബാലൻസിംഗ് ഉൾപ്പെടെ ആവശ്യമുണ്ട്. അപ്പോൾ ഹെവി വെയ്റ്റ് നിഫ്റ്റി ബാങ്കിലുള്ള സ്റ്റോക്കുകളിൽ നിന്നും ഇൻവെസ്റ്റേഴ്സ് വിറ്റൊഴിഞ്ഞ് പുതിയ ആഡ് ആകുന്ന സ്റ്റോക്കുകൾ ിലേക്ക് നിക്ഷേപകർ മാറുന്നതാകാം ഒരു പക്ഷേ നിഫ്റ്റി ബാങ്കിൽ ഇപ്പൊ ഫേസ് ചെയ്യുന്ന ഒരു പ്രതിസന്ധി. നിഫ്റ്റിയൊക്കെ ഇനിയും മുന്നോട്ട് വരണമെങ്കിൽ താരിഫിന്റെ, അതായത് US-ന്റെ താരിഫ് നയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡെവലപ്മെന്റ്സ്, ഒരു ക്ലാരിറ്റി വരണം. IT കൂടി നന്നായിട്ട് പെർഫോം ചെയ്താൽ മാത്രമേ നിഫ്റ്റിക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് നമ്മുടെ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റ്സും യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ ഭാഗത്തു നിന്നും ഒരു 25 ബേസിസ് പോയിന്റിന്റെ കട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. തൽഫലമായ നിലവിൽ ഒട്ടുമിക്ക ഗ്ലോബൽ മാർക്കറ്റ്സും US മാർക്കറ്റ്, അതായത് ഡോ ജോൺസ് ഫ്യൂച്ചർ ഇപ്പോൾ പോസിറ്റീവായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സും പോസിറ്റീവിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിക്കി 225 ഒഴിച്ച് എല്ലാ ഏഷ്യൻ മാർക്കറ്റ്സും ക്ലോസ് ആയി, ഇന്നിപ്പോ നിലവിൽ ക്ലോസ് ആയതും വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ മാർക്കറ്റുകളും പോസിറ്റീവിലാണ്. ഇന്ന് ഇന്ത്യ വിക്സ് ഒരു 4% ഇടിവ് രേഖപ്പെടുത്തി. തൽഫലമായി തന്നെ ഓപ്ഷൻ പ്രീമിയംസ് എല്ലാം തന്നെ കൊളാപ്സ് ആയി. ഇന്നലെ തന്നെ അടുത്ത ആഴ്ചത്തേക്കുള്ളതും മന്ത്ലി ബേസിസിലുള്ള എല്ലാ പ്രീമിയംസ് തന്നെ കൊളാപ്സ് ആയിരുന്നു. പക്ഷെ ഇന്ന് ഫുഡ് സൈഡിലേക്കുള്ള പ്രീമിയം ഒക്കെ അതിഭീകരമായി കൊളാപ്സ് ആയി. RBIയുടെ മോണിറ്ററി പോളിസിക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിലാണ്. ഉറപ്പായിട്ടും ഇത് പോസിറ്റീവായിട്ട് വരാനേ ചാൻസ് ഉള്ളൂ. ഇനി പോസിറ്റീവായിട്ട് വന്നാൽ തന്നെ ഇതൊരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ചാൻസ് കുറവാണ്. കാരണം മാർക്കറ്റ് അത് എക്സ്പെക്ട് ചെയ്യുന്നു. അതേസമയം മാർക്കറ്റിന്റെ പ്രതീക്ഷയ്ക്ക് നേർ വിപരീതമായിട്ടൊരു റിസൾട്ടാണ് നാളെ RBIയുടെ ഭാഗത്ത് നിന്ന് വരുന്നതെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റ് വലിയ രീതിയിൽ ക്രാഷ് ആകാനും സാധ്യതകൾ ഉണ്ട്. ഇന്ന് റിയാലിറ്റി സെക്ടറിൽ ഒരു 6% റാലി കാണുവാൻ സാധിച്ചു. അതുപോലെ തന്നെ ഡിഫൻസ് സ്റ്റോക്കുകളിലും ഇന്ന് റാലി കണ്ടു. ഇന്ന് ഇറ്റേണലും ഡോക്ടർ റെഡ്ഡീസ് ലാബും ട്രെൻഡ്, പവർ ഗ്രിഡ്, ICICI ബാങ്ക് ഈ സ്റ്റോക്കുകളൊക്കെ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ ഇൻഡസ് ഇൻ ബാങ്ക്, ബജാജ് ഫിൻസർവ്, ആക്സിസ് ബാങ്ക്, ടാറ്റ കൺസ്യൂമർ, ബജാജ് ഫൈനാൻസ് എന്നീ സ്റ്റോക്കുകൾ നഷ്ടത്തോടെ ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായി. ഇന്ന് മിഡ് ക്യാപ് ഇൻഡെക്സ് ഒരു 0.4% റാലി രേഖപ്പെടുത്തിയപ്പോൾ സ്മോൾ ക്യാപ്പ് 0.65% ഉയർച്ച രേഖപ്പെടുത്തി. PSU ബാങ്കും മീഡിയ പിന്നെ ഓട്ടോയും ഒഴികെ ബാക്കി എല്ലാ സെക്ടോറിയൽ ഇൻഡസ്ട്രീസും IT-യും മെറ്റലും ഫാർമയും റിയാലിറ്റിയും ഒക്കെ 0.5 മുതൽ 1.7% ഉയർച്ച രേഖപ്പെടുത്തി. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് കടക്കാം. ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. നിങ്ങൾക്കറിയാം, യൂട്യൂബ് ഒന്നും വഴി നമുക്ക് ഒരു സ്റ്റോക്ക് ബൈ ചെയ്യുവാനോ സെല്ല് ചെയ്യുവാനോ പറയാൻ പാടില്ല. അത് ശരിയുമല്ല. കാരണം ഓരോരുത്തരുടെയും പേഴ്സണൽ ആയിട്ടുള്ള തിരിച്ചറിവുകൾ വെച്ച് വേണം ഓരോ ഇൻവെസ്റ്റ്മെന്റുകളും നടത്താൻ. ഞാൻ ഷെയർ ചെയ്യുന്ന വാർത്തകൾ ഓരോ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും. അതായത് നിങ്ങൾക്ക് തന്നെ ഇതിനകത്ത് തിരിച്ചറിയാൻ പറ്റും. നിങ്ങളുടേതായ അനലൈസിംഗ് വഴി നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. ഈ ന്യൂസുകളൊക്കെ വെച്ച് ക്രോഡീകരിച്ച് ഈ ന്യൂസുകൾ പ്രകാരമുള്ള സ്റ്റോക്കുകൾ ബൈ ചെയ്യണമെന്നോ സെല്ല് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഒന്നും ചെയ്യരുതെന്നൊക്കെയുള്ള തിരിച്ചറിവുകൾ നമുക്ക് സ്വയമേ ആർജിക്കാവുന്നതാണ്. അവിടെയാണ് നമ്മളുടെ വിജയം ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കിടക്കാം വാർത്തയിലേക്ക്. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ഇന്നും ഒരു 5% റാലി സ്റ്റോക്കിൽ കാണുവാൻ സാധിച്ചു.
ഇന്ന് സ്റ്റോക്ക് റെക്കോർഡ് ഹൈ ടച്ച് ചെയ്തു. ഇതിന് കാരണം ഒരു ജർമ്മൻ കമ്പനിയിൽ നിന്നും മൾട്ടിപർപ്പസ് കാർഗോ വെസൽ നിർമ്മിക്കുവാനായിട്ടുള്ള കരാർ ലഭിച്ചതിനെ തുടർന്നാണ്. ഡോക്ടർ റെഡ്ഡീസ് ലാബ് ഇന്ന് 4% റാലി സ്റ്റോക്കിൽ കാണുവാനായിട്ട് സാധിച്ചു. കാരണം ബയോസിമിലർ ഡീല് ആൽവോടെക്കുമായിട്ട് ഒരു ജോയിന്റ് വെഞ്ചറിൽ ഏർപ്പെട്ടുകൊണ്ട് ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു മരുന്നിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടത്തിയതാണ് ഇന്നത്തെ റാലിക്ക് കാരണം. ഏഞ്ചൽ വൺ ക്ലൈന്റ് ബേസ് 34% ഇയർ ഓൺ ഇയർ വളർച്ച രേഖപ്പെടുത്തി. വാരി എനർജീസ് ഇന്നൊരു 3% റാലി സ്റ്റോക്കിൽ കാണുവാൻ സാധിച്ചു. കാരണം കമ്പനി അനൗൺസ് ചെയ്യുകയുണ്ടായി, കമ്പനി പ്ലാൻ ചെയ്യുന്നുണ്ട് 1.15% സ്റ്റേക്ക് ഇൻഡോ സോളാർ എന്ന കമ്പനിയിൽ നിന്നും വിറ്റൊഴിയുവാൻ വേണ്ടി. വെൽസ്പൺ ലിവിംഗ് സ്പേസ് ഒരു 4% റാലി ഇന്ന് സ്റ്റോക്കിൽ കാണുവാൻ സാധിച്ചു. കാരണം ജെഫ്രീസ് എന്ന റേറ്റിംഗ് ഏജൻസി ബൈ എന്ന കവറേജ് സ്റ്റോക്കിന് നൽകുകയുണ്ടായി. അതുപോലെ തന്നെ 185 രൂപ പെർ ഷെയർ എന്ന ഒരു ടാർഗറ്റ് പ്രൈസും നൽകുകയുണ്ടായി. 32% അപ്സൈഡ് ആണ് ഇതുവഴി കറണ്ട് പ്രൈസിൽ നിന്നും നോക്കിക്കാണുന്നത്. അദാനി പോർട്സ് കൊട്ടാക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒരു ബൈ റേറ്റിംഗ് സ്റ്റോക്കിന് നൽകുകയുണ്ടായി. 21% അപ്സൈഡ് ആണ് നോക്കിക്കാണുന്നതെന്ന് ഡെക്കാൻ ഗോൾഡ് മൈൻസ് ഇന്നൊരു 14% റാലി സ്റ്റോക്കിൽ കാണുവാൻ സാധിച്ചു. കാരണം അവരുടെ ഒരു പുതിയ പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്യുവാൻ വേണ്ടി അപ്രൂവൽ കിട്ടിയതിനെ തുടർന്നാണ്. ഇന്റർപ്ലാന്റ് സിസ്റ്റം 3 ദിവസത്തിനുള്ളിൽ 63% റാലിയാണ് സ്റ്റോക്കിൽ കാണുവാൻ സാധിച്ചത്. സ്റ്റോക്ക് 52 വീക്ക് ഹൈ ടച്ച് ചെയ്യുകയും ചെയ്തു. കാരണം കോളിൻസ് എയറോസ്പേസിൽ നിന്നും ഒരു കീ ലൈസൻസ് ലഭിക്കുകയുണ്ടായി. ഗ്ലാൻഡ് ഫാർമ കമ്പനിയുടെ സബ്സിഡിയറിയായ സെനിക്സിന് ഫ്രഞ്ച് റെഗുലേറ്ററി അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും 11 ഒബ്സർവേഷൻസ് ലഭിക്കുകയുണ്ടായി. പവർ ഗ്രിഡ് കമ്പനി MEL പവർ ട്രാൻസ്മിഷൻ എന്ന സ്ഥാപനത്തെ 8.53 കോടി രൂപ മുടക്കി അക്വയർ ചെയ്യുന്നതായിട്ടുള്ള ന്യൂസും വരുന്നുണ്ട്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. നാളെ രാവിലെ 8 മണിക്ക് പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുമായി കണ്ടുമുട്ടാം.